ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. സേമിയയും കൊണ്ട് ഉപ്പുമാവ്, ലഡു, അങ്ങനെ പല വിഭവങ്ങളും നമ്മൾ കഴിച്ചിട്ടുണ്ടോ അല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഷാഹി സേമിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ക്രീമി ടെക്സ്ചറായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡെസേർട്ട് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഒരു ബൗളിലോട്ട് ചൂടുവെള്ളം എടുക്കാം. അതിലോട്ട് ഒരു 5 to 8 നമ്മുടെ ബാദാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നമ്മൾ നട്ട്സൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ കിട്ടുമല്ലോ, അതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ലിറ്റർ പാല്, നല്ല ഫുൾ ഫാറ്റുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് അരി, അതായത് നമ്മുടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് അരിയാണ്. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ആ ബാദാമും ഈ വകയെല്ലാം നന്നായിട്ട് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ 1/4 കപ്പോളം നമ്മുടെ ഇളം ചൂട് പാലെടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് കേസർ, സാഫ്രോൺസിൻ്റെ സ്ട്രിങ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 to 8 സ്ട്രിങ്സ് ഉണ്ടാവും. അത് നമ്മൾ ഇതിലോട്ട് അന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഈ വകയെല്ലാം സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നീളത്തിലുള്ള സേമിയ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ എടുക്കാം. തീരെ കനം കുറഞ്ഞ നമ്മുടെ കുനാഫയുടെ ആ ഒരു സേമിയ ബേസ് ഇല്ലേ, അത് വേണമെങ്കിൽ എടുക്കാം. എൻ്റെ കയ്യിലിപ്പം ഈ ഒരു സേമിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൈമേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തീരെ നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ ഇവിടെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. തീരെ നൈസായിട്ടാണ് ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലും ഇവിടെ നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കടായി എടുക്കാം. കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നിടം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബാദാമും നമ്മുടെ കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട്. ബാദാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട് 2ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 സെക്കൻഡ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കിസ്മിസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു കിസ്മിസ് ഒന്ന് ബൾജായിട്ട് ഒന്ന് വരുന്നതിന് ശേഷം അതുവരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ നട്ട്സും കിസ്മിസ് ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പ്ലേറ്റിലോട്ട് ഇതേ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതേ സെയിം നെയ്യിലോട്ട് നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2 കപ്പ് സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയയും പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം പതിയെ ആഡ് ചെയ്യുക. ഒറ്റയടിക്ക് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പം ആ ഒരു സേമിയ പെട്ടെന്ന് വെന്ത് നന്നായിട്ടൊന്ന് സോഗി ടെക്സ്ചറിലായി പോകും കേട്ടോ. നമുക്ക് ചെറിയൊരു ക്രഞ്ചിനെസ്സും ചെറിയൊരു സോഗിനെസ്സും മാത്രം ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാമത് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 2 കപ്പ് സേമിയയ്ക്ക് നമുക്ക് ഏകദേശം 1 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ സേമിയയുടെ ടെക്സ്ചർ അനുസരിച്ചാണ് നമുക്ക് വെള്ളത്തിൻ്റെ യൂസ് ആവശ്യം വരുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊരു 2 to 3 മിനിറ്റ് നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റിന് ശേഷം ലിറ്റ് ഓപ്പൺ ചെയ്യാം. ലിറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിയിൽ നിന്ന് നന്നായിട്ട് മുകളിലോട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടൊന്ന് പോകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നട്ട്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ കാർഡമൺ പൗഡർ, ഏലക്കായ പൊടിച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ആ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രഞ്ചിനെസ്സും ഉണ്ട്, എന്നാലും ആ ഒരു സേമിയ വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി ആയതിനു ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന റൈസ്, അതായത് നമ്മുടെ അരി വെള്ളം മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന ബാദാമും കാഷ്യൂനട്ടും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബാദാമിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നട്ട്സും നമ്മുടെ മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കസ്റ്റർഡ് പൗഡറാണ്, വാനില ഫ്ലേവറുള്ള കസ്റ്റർഡ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കേസർ മിൽക്ക്, അതായത് നമ്മുടെ സാഫ്രോൺ മിക്സ് ചെയ്ത് ആ ഒരു പാല് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു തരിതരിപ്പുള്ള രീതിയിൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, ആ ഒരു തരിതരിപ്പുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തേക്കുന്നത്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു കടായി എടുക്കാം. കടായിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പാട എല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും കാഷ്യൂ നട്ട്സിൻ്റെ ആ ഒരു മിക്സറും നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ തോരാണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പാല് നന്നായിട്ടൊന്ന് ക്രീമി ടെക്സ്ചർ ആയി വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അരിയെല്ലാം നന്നായിട്ട് ആ ഒരു നല്ല ക്രീമി ടെക്സ്ചർ നന്നായിട്ട് കുക്കാവുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ആ ഒരു പരുവം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ക്രീമി ബേസ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ ആ ഒരു സാഫ്രോൺ മിൽക്ക് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവാകുന്ന ആ ഒരു സമയം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്തോളൂ. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നന്നായിട്ടൊരു 2 to 3 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബേസ് ഈ ഒരു പരുവത്തിൽ നല്ല ക്രീമി ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഈ ഒരു ബേസ് തണുക്കുന്നതിന് മുന്നേ വേണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള ബൗളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസസ് എടുക്കാം, ടിഫിൻ ബോക്സ്, എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുത്തോളൂ കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ സേമിയ ഒന്ന് ലെയർ കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു സ്പൂൺ വെച്ച് അല്ലെങ്കിൽ ബൗൾ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. സേമിയയുടെ ഫസ്റ്റ് ലെയർ നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്രീമി ബേസ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് എത്രമാത്രം കനത്തിലുള്ള നമുക്ക് ബേസാണ് ആവശ്യം അതനുസരിച്ച് നമുക്ക് ലെയർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായത് ആ ക്രീമി ടെക്സ്ചർ ഒന്ന് ചേർത്ത് കൊടുക്കാം. നോക്കിക്കോളൂ, ഞാൻ ഈ ഒരു രീതിയിൽ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. അടിയിൽ സേമിയ, അതിൻ്റെ മുകളിൽ നമ്മുടെ ആ ക്രീമി ബേസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വീണ്ടും നമുക്ക് സേമിയ ഒന്ന് ബേസ് ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. സേമിയ ഇതുപോലെ വീണ്ടും വെച്ച് കൊടുത്തതിന് ശേഷം ലെയർ ആക്കിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് പതിയെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോകും. അത് പതിയെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിൻ്റെ മേലെ ആ ഒരു ക്രീമി ബേസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലെയർ ഇതുപോലെ കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ലെയർ നോക്കിക്കോളൂ, സേമിയ, അത് കഴിഞ്ഞിട്ട് ക്രീമി ബേസ്, വീണ്ടും സേമിയ, വീണ്ടും ക്രീമി ബേസ്. ഇതിൻ്റെ മേലെ നമുക്ക് ഡെക്കറേഷനായിട്ട് കുറച്ച് നമ്മുടെ ബാക്കി വന്നത് നമ്മുടെ സേമിയ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തോളൂ. ഞാനിവിടെ സേമിയ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കുഞ്ഞ് റോസാപ്പൂ അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് ചിൽഡായിട്ട്, അതായത് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കിത് ഒരു പാർച്ചമൽ പേപ്പറോ ബട്ടർ പേപ്പറോ വെച്ച് ക്ലോസ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം നോക്കിക്കൊള്ളൂ, അടിപൊളി സൂപ്പർ ഡെലീഷ്യസ് യമ്മി ആയിട്ടുള്ളൊരു നമ്മുടെ സേമിയ, അതായത് ഷാഹി സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ വളരെ യമ്മി ആയിട്ടുള്ളൊരു ഡെസേർട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുത്ത്, എനിക്കാണെങ്കിൽ ഇരിക്കാനും മേലെ കഴിക്കാൻ അത്രയ്ക്ക് കൊതിയായിട്ട് മേല. ഞാൻ നിങ്ങൾക്ക് ആ ഒരു ലേയേഴ്സ് കാണിച്ചു തരുന്നുണ്ട് അടുത്ത് തന്നെ വെച്ച്. നോക്കിക്കോളൂ, ആ ഒരു ക്രീമി ബേസും സേമിയയുടെ ബേസും എല്ലാം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റ് ട്രൈ ഒരു റെസിപ്പിയാണ്. ഈ ഒരു നോയമ്പ് കാലത്ത്, റംസാൻ നോയമ്പ് കാലമൊക്കെ അല്ലേ, അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.